അപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴയിലാണ് നമ്മുടെ LPSA ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ അർച്ചനയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അതെ, അപ്പോൾ അർച്ചനയുടെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് നമ്മളിപ്പോൾ അർച്ചനയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അർച്ചനയോട് നേരിട്ട് ചോദിച്ചറിയാം അല്ലേ. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴയുടെ ഫസ്റ്റ് റാങ്ക് കാരി അർച്ചനയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സന്തോഷം ഒന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. എനിക്ക് എൻ്റെ മകളൊരു ടീച്ചർ ആക്കണമെന്ന്. അപ്പോൾ അവളോട് ഞാൻ BEd എടുക്കാൻ പറയുമ്പോൾ ഒക്കെ അവൾ അതിനോട് ഇതല്ലായിരുന്നു. പിന്നീട് അവൾ BEdലേക്ക് വന്നപ്പോഴത്തേക്കും സയൻസ് അല്ലായിരുന്നല്ലോ, അപ്പോൾ അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ കാശ് കൊടുത്തൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെ പല ആൾക്കാരും പറഞ്ഞു ഇങ്ങനെ DLEd എടുക്കുക, എളുപ്പം ജോലി കിട്ടും, LP UPയിലൊക്കെ വേക്കൻസി കൂടുതലല്ലേ. അങ്ങനെ ഞാനും പറഞ്ഞു. പിന്നെ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു എൻ്റെ മോളെ ടീച്ചറാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ടീച്ചറുമായി ആ ജോലി നേടിയെന്നതിനെ കൂടുതൽ മധുരമാക്കുന്നത് അത് ഫസ്റ്റ് റാങ്ക് വാങ്ങി എന്നുള്ളതിനാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് അഭിമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വോയിസ് എല്ലാം മാറി. എന്നെ വിളിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ, ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ വാതിക്ക് ഇങ്ങനെ എന്നെ വിളിക്കാൻ നിൽക്കും. പക്ഷെ ഇന്ന് വരെ ഇല്ലാത്തൊരു ചിരി ഞാൻ കണ്ടെന്ന് വെച്ചാൽ അത് അഭിമാനമാണോ സന്തോഷമാണോ എന്നറിയത്തില്ല. അതുവരെ ഇല്ലാത്തൊരു പ്ലസൻറ്റ് ഫേസ് ആയിരുന്നു ഞാൻ കണ്ടത്. വെച്ചാൽ എന്നെക്കാട്ടിലും ഹാപ്പി എൻ്റെ ചുറ്റുമുള്ളവരായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ട്സ്. എന്നെ റിസൾട്ട് വിളിച്ച് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, ആര്യാണ്, താൻ എവിടെയാണോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നു. ഇപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൽ കയറി നോക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെക്കാട്ടിലും അവരെല്ലാവരും ആയിരുന്നു ഭയങ്കര ത്രില്ലായിട്ട്. ടീച്ചേഴ്സും അവർക്കെന്തോ നേടിയതുപോലെ ആയിരുന്നു എല്ലാവരും. സൈലത്തിലേക്ക് എങ്ങനെ എത്തി? സൈലത്തിലെ സെക്കൻഡ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം ഭയങ്കര വിഷയമായിരുന്നു. കാരണം ആദ്യത്തെ കുറേ ക്ലാസ് ഞാൻ നല്ലതായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോയി. സൈക്കോളജി ആണെങ്കിൽ ഞങ്ങളുടെ തന്നെ ടെക്സ്റ്റിൻ്റെ വെച്ചിട്ടായിരുന്നു സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എഴുതാൻ ഇച്ചിരി മടിയായതുകൊണ്ട്, അതായത് ടൈമും ഇല്ലാത്തതുകൊണ്ട് ആ ടെക്സ്റ്റ് പ്രിൻ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ സാറ് പറയുന്ന എക്സ്ട്രാ പോയിൻ്റ് എഴുതി പോവുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഒരു 56 ക്വസ്റ്റ്യൻ പേപ്പറോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റിവിഷൻ ക്ലാസ് ഫുള്ള് കണ്ടിട്ടുണ്ട്. കാരണം ഫുള്ള് കേൾക്കാനുള്ള ടൈം ഞാൻ പറഞ്ഞില്ല, കിട്ടുന്നില്ല. അപ്പോൾ റിവിഷൻ ക്ലാസ് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ സൈലത്തിൻ്റെ കേറ്ററ്റിൻ്റെ റിവിഷൻ ക്ലാസ് ഇല്ലേ, അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പെട്ടെന്ന് കിട്ടാനായിട്ടുള്ളത് നമുക്ക് നോക്കുക. കാരണം ടൈം കിട്ടുന്നില്ല, പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന അതെല്ലാം ഞാൻ കണ്ടു. പിന്നെ +1 +2ൻ്റെ കെമിസ്ട്രി ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. കളയുകയും ചെയ്തില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. കാരണം ഈ കെമിസ്ട്രി ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് ഞാനത് വരച്ചൊക്കെ വെച്ചു. എന്നിട്ട് ഇത് ഇങ്ങനെ ഡൗട്ട് തോന്നുമ്പോൾ എന്താണോ എനിക്ക് അറിയത്തില്ലാത്തത് അത് മുഴുവൻ ഞാനൊരു ചെറിയ നോട്ട്സ് എഴുതി വെച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കിട്ടത്തില്ല എന്ന് തന്നെയാണ്. എന്തിനാ കിട്ടത്തില്ല, വെറുതെ കിട്ടത്തില്ല. അതിപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ, കിട്ടത്തില്ല, വെറുതെ പഠിച്ച സമയങ്ങൾ. പഠിക്കാൻ പോകുമ്പോഴും പറയും എന്തിനാ പഠിക്കാൻ പോകുന്നത്, കിട്ടത്തില്ല, വേറെ വല്ലതുമൊക്കെ നോക്കിക്കൂടെ, ഇങ്ങനെ വന്നു. പിന്നെ വെളിയിൽ പൊക്കൂടെ, ഇങ്ങനെ പറഞ്ഞത് ഇതെന്താണ് സമയം കളയുന്നത് ഇങ്ങനെ. പിന്നെ കല്യാണം കഴിച്ചൂടെ, ഇങ്ങനെ ശരിയാവത്തില്ല കേട്ടോ. ഇത് നമ്മളെ എന്നും ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുന്നോട്ടുള്ള ഈ ഒരു പ്രൊഫഷനിൽ നല്ല കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അമ്മ പറഞ്ഞതുപോലെ ഒരു ജോലി എന്നതിലുപരി നല്ലൊരു അധ്യാപികയാവാൻ തീർച്ചയായിട്ടും പറ്റട്ടെ. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾ കുട്ടികളെ കാണാനായിട്ട് ഇപ്പോഴും യാത്രയിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. போல கண்டேன் உறவை நீ இல்லை எங்கே கூடு கட்டும் இந்த பறவை.